ഹായ് വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ്. ഞാനിന്ന് കനകക്കുന്നിലോട്ട് പോകുന്ന ഒരു വീഡിയോ ആണ് ഈ കാണുന്നത്. ഞാൻ പോയത് നമ്മുടെ മൂന്നാം ഓണത്തിൻ്റെ അന്നാണ് പോയത് കാണാനായിട്ട്. നല്ല അടിപൊളി തിരക്കെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി തിരക്കായിരുന്നു. ഓണാഘോഷം കാണണം, മറ്റേ ലൈറ്റ് കാണണം എന്നൊക്കെ പറഞ്ഞ് പോയി. ഇവിടെ നിന്ന് കാര്യമായിട്ടൊക്കെ പോയി എൻട്രിക്കകത്ത് അതിനകത്തോട്ട് നമ്മുടെ കനകക്കുന്നിൻ്റെ വാതിലോട്ടൊന്ന് കടക്കാൻ തന്നെ കുറേ നേരം ക്യൂ നിന്ന് ഉന്തി തള്ളി അതിനകത്തോട്ടൊക്കെ കയറിയപ്പോൾ നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട്. ലൈറ്റ്സും മറ്റു കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ട്. കാണാനൊക്കെ കൊള്ളാം. പക്ഷെ ഭയങ്കര തെള്ളായിരുന്നു, തിരക്കായിരുന്നു. നമുക്ക് അങ്ങനെ ഇരിക്കാനായിട്ട് വേറെ പ്രത്യേകിച്ച് സ്പേസ് ഒന്നുമില്ല. ഇങ്ങനെ നടന്ന് ഞാനും അമ്മയും കൂടെ കണ്ടു. കുറേ നല്ല രീതിയിൽ ലൈറ്റുകളുണ്ട്. ഇതാ ഇപ്പോൾ ഈ കാണുന്ന പോലെ ഈ ചെമ്പരത്തിയുടെ പൂക്കളൊക്കെ അതൊക്കെ പല കളറുണ്ട്, വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ക്യൂബ് പോലെയുണ്ട്, പിന്നെ വേറെ ഫ്ലവറിങ്, അങ്ങനെ പല രീതിയിൽ ഓരോ വർഷം ഓരോരോ രീതിയാണല്ലോ കൊണ്ടുവരുന്നത്. വെറൈറ്റിയാണ് പിടിക്കുന്നത്. കൊള്ളാം, നന്നായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. ഇത് ഒരു കാക്കരിശ്ശി നാടകം അങ്ങനെ എന്തോ ആണ് അവിടെ പറഞ്ഞത്. അതൊന്നും ഇതുവരെയായിട്ടും കണ്ട ഒരു കാര്യമല്ല. അപ്പോൾ അത് കാണാൻ പറ്റി. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറച്ച് നേരം നിന്ന് അത് കണ്ടു. അവിടെയും നല്ല തള്ളാണ് കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം കണ്ടതിന് ശേഷം ഇടിയും തള്ളും ഒക്കെയാണ്. അങ്ങനെ കുറച്ച് നേരം അതെല്ലാം കണ്ടതിന് ശേഷം വീണ്ടും ഇങ്ങനെ നടക്കാൻ തുടങ്ങി. നല്ല ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഈ തിരക്ക് സഹിക്കാൻ പറ്റാത്ത തിരക്കാണ്. നോക്കുക, കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് പോകുന്നവർ അവിടെ വിളിച്ച് പറയുന്നുണ്ട് പോലീസുകാർ, കുട്ടികൾ ലൈറ്റ്സിലൊന്നും തൊടരുതെന്ന്. അവിടെ ഒരു കുട്ടി എന്തോ ലൈറ്റിൽ തൊട്ട് ഷോക്ക് അടിച്ചു എന്നും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം കഴിവതും പോകുന്നവർ ഈ ലൈറ്റിൽ തൊട്ടൊന്നും നിന്നും ചേർന്നും ഒക്കെ ഫോട്ടോ എടുക്കാൻ നോക്കുക. കുറച്ചൊക്കെ നീങ്ങി നിന്ന് എടുക്കുക. ഞങ്ങളൊക്കെ ആദ്യം നിന്ന്, ഞാൻ എൻ്റെ അമ്മയും കൂടെയാണ് പോയത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ നിന്നൊക്കെ എടുത്തായിരുന്നു. പിന്നെ ഇത് കേട്ടതിന് ശേഷം കുറച്ച് ഞാൻ അമ്മയോട് ഒന്ന് നീങ്ങി നിന്ന് എടുക്കാം, നമുക്ക് റിസ്ക് എടുക്കണ്ടല്ലോ. പിന്നെ കനകക്കുന്നിൽ മുകളിലോട്ടൊന്നും അങ്ങോട്ട് കയറിയില്ല. ഭയങ്കര തിരക്കായിരുന്നു. നമ്മളെ ഈ സ്റ്റെയറിലൊക്കെ നല്ല ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, കയറണ്ടെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ നിന്ന് വാഴയ്ക്കപ്പം ചായയൊക്കെ കുടിച്ചായിരുന്നു. അതൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല. നല്ല അസഹനീയമായ തള്ളായിരുന്നു. ഒരു ചായയും വാഴയ്ക്കപ്പം കിട്ടാൻ മണിക്കൂർ ക്യൂ എന്നിട്ടാണ് അത് കഴിക്കാൻ പറ്റി. അത് കഴിഞ്ഞ് തിരിച്ച് പോവുകയാണ്. തിരിച്ച് പോകുമ്പോഴും എന്താ നമുക്ക് വീഡിയോയിൽ കണ്ടാലറിയാം, നല്ല രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ പതുക്കെ നടന്നിങ്ങനെ പോവാം. നമുക്കിങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ അറിയില്ല, ഇങ്ങനെ പതിയെ അങ്ങ് പോവും. രണ്ട് സൈഡും ബാരിക്കേഡുകൾ വെച്ച് അടച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ പതുക്കെ പോയി. എല്ലാവരും ഒരുപാട് വ്ളോഗേഴ്സൊക്കെ ഉണ്ടായിരുന്നു. വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് എല്ലാവരും. എഡിറ്റ് ചെയ്ത് നമുക്ക് ഇൻസ്റ്റയിൽ ഇതിലൊക്കെ കാണാമല്ലോ. അങ്ങനെ ഒരുപാട് പേര് അതിനൊക്കെ കവർ ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ. ഇങ്ങനെ ആ കൂട്ടത്തിൽ ഇങ്ങനെ നടന്ന കാഴ്ചകളും, പിന്നെ നമ്മുടെ റിലേറ്റീവ്സ്, ഇപ്പം അമ്മയോടായാലും എല്ലാവരുമായിട്ട് ഒരുമിച്ച് പോകുമ്പോൾ അത് വേറൊരു പ്രത്യേകതയാണല്ലേ. അവരുമായിട്ടൊക്കെ ചിരിച്ചും കളിച്ചും സംസാരിച്ചും പോകുമ്പോൾ നമ്മൾ കാലുവേദനയോ മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല. എനിക്കാണെങ്കിൽ കുറച്ച് ദൂരം നടക്കുമ്പോൾ നന്നായിട്ട് കാലുവേദന എടുക്കും, പരാതിയൊക്കെ. പക്ഷേ അങ്ങനെയൊന്നും തോന്നാതെ ഇത് കാഴ്ചകൾ കണ്ടു വന്നപ്പോൾ പലതരത്തിലുള്ള നല്ല നല്ല ബലൂണുകൾ, കുട്ടികളെ ആകർഷിക്കാൻ പാകത്തിന് നല്ല ഐറ്റംസ് ഒരുപാടുണ്ടായിരുന്നു. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നെ കഴിക്കാനായിട്ട് ഫുഡായാലും പല വെറൈറ്റിയിലുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. കടലയും പോപ്കോണും അങ്ങനെയുള്ള ചോളം അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. ഈ ലൈറ്റൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് കണ്ട് ഇതിനകത്ത് കുറേ പേരുണ്ടല്ലേ, ചോട്ടാ ഭീമോ പൂച്ചയോ നമ്മുടെ ഡോറ, കൃഷ്ണൻ എല്ലാവരും ഉണ്ട്. പിന്നെ റോഡ് സൈഡ് ഫുള്ള് നല്ല രീതിയിൽ നല്ല കച്ചവടങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഇത് വാച്ചുകളൊക്കെ ഉണ്ടായിരുന്നു പലതായിട്ട്. ഇങ്ങനെ നോക്കാനൊന്നും നിന്നില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. മാലകളുണ്ടായിരുന്നു, നല്ല മാലകൾ. ഇത് ഞാൻ ഈസ്റ്റ് ഫോർട്ട് പോയപ്പോഴും കണ്ടായിരുന്നു. എൻ്റെ രണ്ട് റിലേറ്റീവ്സിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയായിരുന്നു. ചെറിയ മാലകളൊക്കെ 50 രൂപയുടെ മാലയൊക്കെ ഉണ്ട് ഇതിനകത്ത്. നല്ല മാലയാണ് കേട്ടോ. അതിനുശേഷം ഞാൻ വണ്ടി വെച്ചത് നമ്മുടെ പബ്ലിക് ഓഫീസില്ലേ, അവിടെയാണ് വണ്ടി വെച്ചിരുന്നത്. നല്ല തിരക്കായതുകൊണ്ട് ഞാൻ വരുന്ന വഴിക്ക് തന്നെ പബ്ലിക് ഓഫീസിലോട്ട് കുറേ പേര് കയറിപ്പോകുന്നു. അപ്പോൾ പിന്നെ അങ്ങോട്ട് തന്നെ പോയി അവിടെ വെച്ചു, എന്നിട്ടാണ് നടന്നു വന്നേ. പക്ഷേ കഴിഞ്ഞ വർഷമൊക്കെ വണ്ടി വയ്ക്കാൻ ഞാൻ ഒരുപാട് പാടുപെട്ടു. പക്ഷേ ഇപ്രാവശ്യം അത്രത്തോളം ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയില്ല. ആ പബ്ലിക് ഓഫീസ് ഞാൻ കണ്ടുപിടിച്ച് അങ്ങോട്ട് പോയോണ്ടായിരിക്കും. അതിന് മുന്നേയൊക്കെ റോഡിലൊക്കെ വയ്ക്കുമ്പം ഭയങ്കര പാടായിരുന്നു. ഇത് പബ്ലിക് ഓഫീസിനകത്ത് തന്നെ നമ്മുടെ ടൂറിസത്തിൻ്റെ ഇതിൽ ടൂറിസം വകയാണ് നടന്ന ഒരു പാട്ടായിരുന്നു. കൊള്ളായിരുന്നു, പ്രായമുള്ളവരായിരുന്നു. തിരിച്ച് വരാൻ നേരത്ത് ഞാനും അമ്മയും കൂടെ 2 ഷവർമ്മ പാഴ്സൽ വാങ്ങിക്കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാണ് കഴിച്ചത്. അപ്പോൾ ശരി, ടാറ്റാ.